ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് സൺഡേ ഒരു ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ. ഈ ഒരു ചാനൽ ബ്രേക്ക് ആയിരുന്നു ഗോൾഡിൻ്റെ ബൈ മൊമെൻറ്റം വരാനുള്ള റീസൺ. ഈ ഒരു ചാനൽ മൊമെൻറ്റം ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റീട്രേസ്മെൻറ്റിന് ശേഷം 3400 ആയിരുന്നു നമ്മൾ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. കറക്റ്റ് 3400 എക്സ്പെക്റ്റ് ടാർഗറ്റ് അടിക്കുകയും ചെയ്തു. മാർക്കറ്റ് അവിടെ ഒരു ചെറിയ സ്ലോ ഡൗൺ ആയി, ബിക്കോസ് മൺഡേ ആണ്, ഇത്രയും നല്ലൊരു മൊമെൻറ്റം കിട്ടി. ഇനി ഈ വീക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗോൾഡ് ഓൾറെഡി 3400 എന്ന് പറയുന്ന ഒരു 4 വീക്സ് ഹൈ ലെവലിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ലെവൽ ഓൾസോ. 3400 ഒരു റൗണ്ട് നമ്പർ ഫിഗർ ആണ്, പിന്നെ ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ബിക്കോസ് മാക്സിമം ടാർഗറ്റ് 3500 ആണ്. എക്സിസ്റ്റിംഗ് റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ലെവൽ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് 4 ഹവറിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ ഈ വീക്ക് സംഭവിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, ഫസ്റ്റ് മാർക്കറ്റ് പുൾ ഡൗൺ ചെയ്തിട്ട് ഈ ഒരു പെൻഡിങ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. 4 ഹവറിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഓർഡേഴ്സ് പിക്ക് ചെയ്യാനായിട്ട് നല്ലോണം പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് ഓർഡേഴ്സ് പിക്ക് ചെയ്തിട്ട് തിരിച്ച് കയറി പോകാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്, ഫസ്റ്റ് സിനാരിയോ. സെക്കൻഡ് സിനാരിയോ, ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് എന്തായാലും പുഷ് ബാക്ക് തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. സോ ബുള്ളിഷ്നെസ് നല്ല രീതിയിൽ നിൽക്കുന്ന മാർക്കറ്റിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സെല്ലേഴ്സ് ഓർഡർ ബ്ലോക്ക് 4 ഹവേഴ്സിൽ പെൻഡിങ് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല്ലിങ് വരാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിൽ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും നല്ലൊരു റാലി തന്നിട്ട് മാർക്കറ്റ് അവിടെ സ്ലോ ഡൗൺ ആയി, ഒബ്വിയസ്ലി, ബിക്കോസ് മാർക്കറ്റ് 3400 എന്ന് പറയുന്ന ഒരു ലെവൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ട്രേഡ് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതും 15 മിനിറ്റ്സിൽ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതൊരു ഈവനിങ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ്. 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് നമ്മളിപ്പം എന്തായാലും അത് എടുക്കുന്നില്ല. ഇറ്റ്സ് ഓൾറെഡി എത്ര മണിയായി? 8:45 കഴിഞ്ഞു. അത് ചെക്ക് ചെയ്യുന്നില്ല, ബിക്കോസ് ഇത്രയും മൊമെൻറ്റത്തിൽ നിൽക്കുന്നിടത്ത് നമുക്കൊരു സെല്ലേഴ്സ് ഓപ്പർച്യൂണിറ്റി തേടി പിടിച്ച് പോയി ട്രേഡ് എടുക്കേണ്ട ഒരു റീസൺ അവിടെ ഇല്ല. സോ ഈ വീക്ക് എന്തായാലും നല്ലൊരു സ്റ്റാർട്ടാണ് മാർക്കറ്റ് റെഫർ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം മാർക്കറ്റ് നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നാളത്തെ ലണ്ടൻ സെഷൻ കഴിഞ്ഞിട്ട് ന്യൂയോർക്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യത്തുള്ളൂ. ഈ ലെവൽ മുകളിലോട്ട് പോവുകയാണോ അതോ മാർക്കറ്റ് റീട്രേസ് ചെയ്തിട്ട് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി തരുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം.